വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പുത്രത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ നിറയുവാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോടും എന്ന മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്നേഹത്തോടെ പുഞ്ചിരിയോടുകൂടി അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സ്തുതി കൊടുത്ത് ഈശോ മിശിഹായ്ക്ക് ഒന്നുകൂടെ സമാധാന സൗഭാഗ്യം എന്നോട് പറഞ്ഞേ. കരമേർത്തി സമാധാനം സൗഭാഗ്യം. നമുക്കിരിക്കാം. സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റർമാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവർക്കും സന്തോഷമൊക്കെയാണോ? സുഖമാണോ? നമ്മുടെ എറണാകുളത്തെ പിതാവായിരുന്ന കരിയിൽ പിതാവിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കരിയിൽ പിതാവിനെ പറ്റിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സിസ്റ്റർമാരെയൊക്കെ കാണുമ്പോഴത്തേക്കും പിതാവ് ചോദിക്കും, ആർ യു ഹാപ്പി? സിസ്റ്റർമാരെ അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ ചോദിക്കും, ആർ യു ഹാപ്പി? അർത്ഥം എന്നതാ? സന്തോഷമാണോ? അപ്പോൾ ഞങ്ങളൊക്കെ എന്നാ പറയും? കാഷ്വലായിട്ട് പറയും, വി ആർ ഹാപ്പി. അപ്പോൾ പിതാവ് കടുപ്പിച്ചൊരു ചോദ്യം ചോദിക്കുമെന്നാ പറഞ്ഞേ, ആർ യു റിയലി ഹാപ്പി? അപ്പോഴാണ് അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഞെട്ടിപ്പോകുന്നത്. ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് അല്പം ചമ്മിയ ചിരിയോടെ പറയും, റിയലി ഹാപ്പി പിതാവേ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, നമുക്കറിയാം അദ്ദേഹത്തെ പറ്റി വിളിക്കുന്ന പേര് ഏറ്റവും ജോയ്ഫുൾ ആയിട്ടുള്ള വിശുദ്ധനാ അല്ലേ? അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. ഒരു ചെറിയ, ഇത്രയും നല്ല ഡ്രസ്സൊന്നും ആയിരിക്കുകയില്ല, ഒരു മുട്ടോളം എത്തുന്ന ഒരു ചാക്ക് വസ്ത്രവും അരിയിൽ ഒരു പരിവരത്ത കയറും കെട്ടിയിട്ട് കയ്യിൽ നീട്ടിപ്പിടിച്ച ഒരു കമ്പ്, ഞങ്ങളൊക്കെ മലബാറിൽ കമ്പെന്ന് പറയും അല്ലേ? കമ്പെന്ന് പറയാറുണ്ട് നിങ്ങളെ. വേറൊരു കമ്പ് കയ്യിലും വെച്ചതിന് ശേഷം നമ്മൾ വയലിൻ വായിക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രാൻസിസിൻ്റെ പടം കണ്ടിട്ടുണ്ടോ? കാരണം നമുക്കറിയാം അസീസിയിലെ ഫ്രാൻസിസ് ഈ ലോകത്തിലെ ഏറ്റവും ആനന്ദ തുല്യനായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം ദൈവം നിങ്ങൾക്ക് സമാധാനവും സൗഭാഗ്യവും ആനന്ദവും ഒക്കെ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നേ ദിവസം ഫ്രാൻസിസ്കൻ ദിനമായിട്ട് പ്രത്യേകമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ക്രിസ്ത്യച്ചൻ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് വർഷമായിട്ട് ലിയോ മാർപ്പാപ്പ ഈ വർഷത്തെ പ്രത്യേകമായിട്ടൊരു അസാധാരണ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും എന്ന് മുതൽ എന്ന് വരെയാ? അറിയാത്തവരുണ്ടോ? എന്ന് മുതൽ എന്ന് വരെയാ? എൻ്റെ ദൈവമേ, അറിഞ്ഞില്ലേ? 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയും. അപ്പോൾ എത്ര മാസമായി? കൃത്യം 4 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും പ്രിയമുള്ളവർ, നമുക്കറിയാം മാർപ്പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുക മാത്രമല്ല, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ സഭയൊന്നാകെ നവീകരിക്കപ്പെടുവാനും പുതുതാക്കുവാനും, ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ്, ഫ്രാൻസിസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, യുവതിയാകുവാനും. ഇവിടെ ഇരിക്കുന്ന കുറേ പേരൊക്കെ സഭയെപ്പറ്റി വിചാരിക്കുന്ന എന്നാ, കൂനൊക്കെ പിടിച്ച് വടിയും കുത്തി ഇങ്ങനെ വെപ്പുകല്ലൊക്കെ വെക്കുകയല്ലേ? വെപ്പുകല്ല വെച്ചിട്ടില്ലെങ്കിൽ പല്ലില്ലാതെ നടക്കുന്ന ഒരു കാർന്നോത്തി, ഒരു കിളവിയായിട്ടാണ് പല ആൾക്കാരും സഭേനെ വീക്ഷിക്കുന്നതും. നമ്മളുടെയൊക്കെ പ്രവർത്തനം മൂലം പലപ്പോഴും സഭ എന്ത് ചെയ്തു? സഭ ഈ ഒരു വൃദ്ധയായിപ്പോയി.
അസീസി സഭയെ വിളിക്കുന്ന പേരാണ് വെർജിൻ മെയ്ഡ് ചർച്ച്. വെർജിൻ എന്ന് പറഞ്ഞാൽ കന്യകയാണ് കേട്ടോ, കല്യാണം കഴിക്കാത്ത നല്ല പുതുമയുള്ള മിടുക്കിയായിട്ടുള്ള ശുദ്ധിയായിട്ടുള്ള പെണ്ണിനെ വിളിക്കുന്ന പേരാണ് വെർജിൻ. അപ്പോൾ വെർജിൻ ആയിട്ടുള്ള സഭ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രവർത്തനം മൂലവും പ്രവർത്തന രാഹിത്യം മൂലവും അതിനെ വിളിക്കുന്ന പേരെന്നാ? മന്ദോഷ്ണത. കേട്ടിട്ടില്ലേ? നമ്മൾ പറയുന്നുണ്ട് അവസാനത്തെ പുസ്തകത്തിൽ, നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ചൂടോ എന്നാ ഇല്ലാത്തേ, തണുപ്പോ ഇല്ല. ചൂടുണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ചൂടുണ്ടായിരുന്നെങ്കിൽ ചായയൊക്കെ ഇനി ഊതി കുടിക്കുകയല്ലേ, എന്ത് രസമോ അല്ലേ? ഐസ്ക്രീമൊക്കെ പിള്ളേർക്ക് അതായിരിക്കും ഇഷ്ടം അല്ലേ, നമ്മളെ നുണഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ. ഇതെന്ത് ചെയ്യും? ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു സാധനം. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ അമ്മച്ചിയോട് ഏറ്റവും വഴക്ക് കൂടുന്നത് ആറിപ്പോയ കാപ്പിയുടെ പേരിലായിരുന്നു. പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്ന അറിയുമോ, ഞാൻ ഇവിടെയൊക്കെ രാവിലെയൊക്കെ വരുമ്പോഴത്തേക്കും അന്ന് ആട്ടുംപാലായിരുന്നു, ആട്ടുംപാൽ കൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്ത വെക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഞാൻ ഒത്തിരി വഴക്ക് കൂടും. പിന്നെ അമ്മച്ചി സമയത്ത് വരണ്ടേടാന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യും, കുറച്ച് വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം കഞ്ഞി തിളയ്ക്കുമ്പോൾ തിളയ്ക്കുന്ന കഞ്ഞിയുടെ ചേച്ചി ചിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നതാന്ന് തോന്നുന്നല്ലേ, ഒരു സ്റ്റീൽ കപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഇത് കൊണ്ടുപോയി തിളയ്ക്കുന്ന കഞ്ഞിയിൽ വെച്ച് അല്പം കൂടെ ചൂട് പിടിപ്പിച്ച് തരുമായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവർ, ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണന്മാരായിട്ട് നമ്മൾ പലപ്പോഴും ജീവിച്ചു. പക്ഷേ അസീസിയിലെ ഫ്രാൻസിസിനെ പറ്റി പറയുകയാണ്, അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ക്രിസ്തീയത അദ്ദേഹം ആഘോഷിച്ചു. നമുക്കെങ്ങനെയാണ് ക്രിസ്തീയത? നമ്മുടെ ക്രിസ്തീയത നമ്മൾ ആഘോഷിക്കുന്നത് തൊട്ടി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, കിണറ്റില്ലേ വെള്ളം കോരുന്നേ. ഞാൻ മലബാറുകാരനാ, ചിലപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭാഷ തമ്മിൽ അല്പം വ്യത്യാസം കാണും. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാൽവരി ഫിലോസഫി കോളേജിൽ 3 വർഷം പഠിച്ചിട്ടുണ്ട്. ഞാൻ വേദപാഠം പഠിപ്പിക്കുവാൻ വേണ്ടി അന്ന് വന്നിരുന്ന സ്ഥലം തൊട്ട് അടുത്താണ് കേട്ടോ. നമ്മുടെ കൈപ്പറമ്പി ഇറങ്ങിയിട്ട് താഴോട്ട് പോകുമ്പോൾ ഒരു ഇടവകയുണ്ടല്ലോ, CMI നടത്തുന്ന ഒരു ഇടവക, CMI അച്ഛന്മാരുടെ തലക്കോട്ടുകാരിയല്ല, എടക്കളത്തൂർ ഉണ്ടോ? എടക്കളത്തൂർ ഞാൻ 1 വർഷം വേദപാഠം പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാരെയൊക്കെ പരിചയമുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ തൊട്ടിയിൽ വെള്ളം കോരിയതിന് ശേഷം ബക്കറ്റിൽ ഒഴിച്ച് കപ്പിലൊഴിച്ചിട്ട് മേത്തോട്ടൊഴിച്ചിട്ട് കുളിക്കുന്നത് പോലെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ സുവിശേഷ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയിൽ പോയി 1 മണിക്കൂർ നീന്തി തുടിച്ച് കുളിക്കുന്നത് പോലെ. ഇപ്പം നമ്മളാരും പോകാറില്ലല്ലോ അല്ലേ? ഇപ്പം നമ്മളൊക്കെ വീഗാലാൻഡിലൊക്കെ പോകുന്നുണ്ട്. പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 രൂപ കൊടുത്ത് വീഗാലാൻഡിൽ പോയി അവിടെ ക്ലോറിൻ വെള്ളത്തിൽ, രസമല്ലേ, ഈ നീന്തി തുടിച്ച് കുളിക്കുന്നത് പോലെയായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ക്രിസ്തീയ ജീവിതം. പ്രിയമുള്ളവരെ, അപ്പോൾ മാർപ്പാപ്പ എന്ത് ചെയ്തു നമുക്കറിയാം. അസാധാരണമായ രീതിയിലാണ് ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഓരോ വർഷവും മാർപ്പാപ്പ ഓരോ പ്രഖ്യാപനം നടത്തും അല്ലേ? ഉദാഹരണമായിട്ട് ദിവ്യകാരുണ്യ വർഷം, അല്ലെങ്കിൽ കരുണയുടെ വർഷം, റോസറിയുടെ നമ്മുടെ ജപമാലയുടെ വർഷം, അങ്ങനെ കുറേ വർഷങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ വർഷമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ട് പ്രഖ്യാപിക്കുന്ന വർഷങ്ങളാണ് ഒരു വിശുദ്ധൻ്റെ പേരിലുള്ള വർഷം. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിലൊക്കെ തപ്പുമായിരുന്നു, ഇങ്ങനെ വല്ലതും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ. അപ്പോൾ നോക്കിയപ്പോൾ 2009 എനിക്ക് തോന്നുന്നത് ഒരെണ്ണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു വിശുദ്ധ പത്രോസിൻ്റെ വർഷം. വിശുദ്ധ പത്രോസിൻ്റെ മാനസാന്തരത്തിൻ്റെ വർഷമായിരുന്നു. പിന്നെ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ വർഷം, യോസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ പൗലോസിൻ്റെ വർഷം, വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ആഗോള സഭയിൽ ഇങ്ങനെയുള്ള വർഷങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, സന്യാസ സഭയിലുണ്ട്. ഉദാഹരണമായിട്ട് ജോൺ ഓഫ് ദ കൊറോസ്, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ്റെ സെൻറ്റിനറിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അമ്മ ത്രേസ്യയുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആഗോള സഭയിൽ ഇതുപോലെയുള്ള ഒരു വർഷം പ്രഖ്യാപിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷമാണ്. പ്രിയമുള്ളവരെ, പ്രഖ്യാപിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നറിയോ, മാർപ്പാപ്പ നമ്മൾ സഭയ്ക്ക് മുഴുവൻ വലിയൊരു ആനുകൂല്യം കൂടി പ്രദാനം ചെയ്തു. അതും അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ 4 മാസമായി, ഇനി 6 മാസം കൂടിയേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ദൈവമേ, ഒരു പുതിയ റെവലേഷൻ കിട്ടിയിരിക്കുന്നു, പുതിയ വെളിപാട് കിട്ടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് ഏറ്റവും വലിയ ആനുകൂല്യം എന്നതാ, വെറും ദണ്ഡവിമോചനമല്ല,
പൂർണ്ണ ദണ്ഡവിമോചനം, പ്ലീനറി ഇൻ്റലിജൻസ് എന്നാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ദിവസമല്ല, ഒരു മാസമല്ല പ്രിയമുള്ളവരെ, ഒരു വർഷം. എവിടെയാ? ഏതെങ്കിലുമൊക്കെ ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിൽ. അപ്പോൾ ഓർത്ത് നോക്ക്, നമുക്ക് മാർപ്പാപ്പ വലിയ കാര്യമൊന്നും ചെയ്യാതെ ചെറുതായിട്ടുള്ള ചില പ്രവൃത്തികളിലൂടെ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഏറ്റവും വലിയ കൃപ നമുക്ക് തന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ദണ്ഡവിമോചനത്തെ പറ്റി പറയുന്നത് അത് ഒരു അസാധാരണമായിട്ടുള്ള കൃപ. സഭയുടെ ഭണ്ഡാരമില്ലേ, നേർച്ചപ്പെട്ടി, സഭയുടെ നേർച്ചപ്പെട്ടിയിലെ ഒത്തിരി സമ്പത്തുണ്ട്. ഈ സമ്പത്തിൽ നിന്ന് എന്തെന്നറിയുമോ നമുക്ക് പ്രത്യേകിച്ച് തന്നിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ദണ്ഡവിമോചനത്തെ പറ്റി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ, ചില ആൾക്കാർക്കെങ്കിലും പ്രത്യേകിച്ച് അല്പം വായിക്കുന്നവർക്കും ബുദ്ധിമാന്മാർക്കുമൊക്കെ ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം കാണും. എന്നാ, നമ്മുടെ മധ്യയുഗത്തിൽ മാർപ്പാപ്പാമാർ കൃപ വിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ സഭയിൽ കാശ് കൊടുത്ത് ദണ്ഡവിമോചനം മേടിക്കാമായിരുന്നു. യുദ്ധത്തിന് പോകുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ദണ്ഡവിമോചനം കൊടുക്കുന്ന ഒരു കാലം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൃപയെ വിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് പലതും പരാതി പറയാറുണ്ട്. അതുകൊണ്ട് എന്ത് അറിയുമോ, പല ദണ്ഡവിമോചനങ്ങളും മാർപ്പാപ്പാമാരെ കാലക്രമത്തിൽ നിർത്തലാക്കി. പക്ഷേ എന്ത് ചെയ്യുന്നു മാർപ്പാപ്പാമാർ? നമുക്കറിയാം, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷം പ്രമാണിച്ചപ്പോൾ നമ്മുടെ മാർപ്പാപ്പായ്ക്ക് ഓർമ്മ വന്നെന്നറിയുമോ? അസീസിയിലെ ഫ്രാൻസിസിൽ എന്തിനു വേണ്ടി നിലകൊണ്ടോ, എന്തിനു വേണ്ടി സ്വന്തം ശരീരത്തെ മുഴുവൻ ഒരു നാവാക്കി മാറ്റിയോ? ബിജു അച്ഛൻ്റെ വാക്കല്ല, ഫ്രാൻസിസിൻ്റെ വാക്കാ. ഞാൻ പറഞ്ഞില്ലേ, ഫ്രാൻസിസ്കൻ ടേംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കണം. അസീസിയിലെ ഫ്രാൻസിസ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് കിടക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരോട് വന്നപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കിയിട്ട് പറയുക, സഹോദരന്മാരെ, എനിക്ക് ദൈവം സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി, പരിഹാരത്തിന് ജീവിതം നയിക്കുവാൻ വേണ്ടി കൃപ നൽകിയിരിക്കുന്നു. ഈ കൃപയോട് ഞാൻ സഹകരിച്ചതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അവയവം മുഴുവൻ, ശരീരം മുഴുവൻ ഞാനൊരു നാവാക്കി മാറ്റി. നോക്കിയേ, അസീസിയിലെ ഫ്രാൻസിസ് സ്വന്തം നാവ് കൊണ്ട് മാത്രമല്ല, തൻ്റെ കാലുകൊണ്ടും കൈകൊണ്ടും ശിരസ് കൊണ്ടും ശരീരം കൊണ്ടും ഭാവന കൊണ്ടും മുഴുവൻ അവൻ പ്രസംഗിച്ചത് മുഴുവൻ എന്നായിരുന്നു? പരിഹാരമായിരുന്നു. പെനിറ്റൻസ്യ എന്ന് പറയും കേട്ടോ. എന്താ? പരിഹാരം. അതുകൊണ്ട് ഫ്രാൻസിസ്കൻസ് പ്രസംഗിച്ചത് മാത്രമല്ല, അവരുടെ പേര് പോലും അതായിത്തീർന്നു എന്നാണ് നമ്മുടെ ഫ്രാൻസിസ്കൻ ചരിത്രത്തിൽ പറയുന്നത് കേട്ടോ. എന്നാന്നറിയുമോ, അസീസിയിലെ ഫ്രാൻസിസ്, ഇപ്പം ഞങ്ങളുടെ പേരെന്നാ? ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്നാ വിളിക്കുന്നത്? എന്നാ അച്ഛൻ എന്നാ വിളിക്കുന്നത്? പൊട്ടനച്ഛനോ? പൊട്ടന് മന്ദബുദ്ധിയൊന്നുമില്ല കേട്ടോ. എന്നാ വിളിക്കുന്നത്? കപ്പൂച്ചിനച്ഛൻ. ഈ കപ്പൂച്ചിൻ്റെ പേര് വന്നെന്നാ? ഈ സാധനം കൊണ്ടോ ഇത് കേട്ടോ. ഇതാണ് കപ്പൂസ്. കപ്പൂസ്, വേറെ ഒന്നും ചിന്തിക്കരുത്, കപ്പൂസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. കപ്പൂസ് എന്നുള്ള ഇതിൽ നിന്നാണ് കപ്പൂച്ചിൻ, ക്യാപ്പ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ മുഴുവൻ പേര്, എൻ്റെ പേരെന്നറിയുമോ? ബ്രദർ ബിജു ഇളമ്പച്ചമ്മീട്ടിൽ OFM ക്യാപ്പ്. നമ്മുടെ ഫ്രാൻസിസ്കനാകുമ്പോൾ നിങ്ങളെ അല്പം പഠിപ്പിക്കണം. എൻ്റെ പേര് ഫാദർ ബിജു ഇളമ്പച്ചമ്മീട്ടിൽ നിന്നല്ല, എൻ്റെ പേര് ബ്രദർ ബിജു ഇളമ്പച്ചമ്മീട്ടിൽ. മുമ്പേ വന്ന അച്ഛൻ്റെ പേരാണ് ബ്രദർ ക്രിസ്റ്റി അച്ഛൻ. ഞങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് ഫാദർ എന്ന് എഴുതാറില്ല കേട്ടോ. നിങ്ങളൊക്കെ ഞങ്ങളെ അച്ഛാന്ന് വിളിക്കും, പക്ഷേ ഞങ്ങളുടെ ഡയറക്ടറിയിലൊക്കെയുള്ള ഞങ്ങളുടെ പേര് മുഴുവൻ ബ്രദർ എന്നാ. കാരണം എന്നാ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ചതും പഠിപ്പിച്ചതും ആഘോഷിച്ചതും മുഴുവൻ സാഹോദര്യം, ബ്രദർഹുഡ് ആയിരുന്നു. അദ്ദേഹം വൈദികനായോ? അസീസിയിലെ ഫ്രാൻസിസ് വൈദികനായില്ല. കാരണം എന്ത് ചെയ്തു? പൗരോഹിത്യത്തോടുള്ള ബഹുമാനം കൂടിപ്പോയിട്ട് അദ്ദേഹം രണ്ടാം ക്രിസ്തു എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് പറയുക, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ കൂദാശയെ സ്പർശിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നയാളാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, 2 or 3 മാർപ്പാപ്പാമാരുടെ തോളിൽ കൈയിട്ട് നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മധ്യയുഗത്തിലെ ഒരു വിശുദ്ധനായിരുന്നു. അസീസിയിലെ ഫ്രാൻസിസ് വരുമ്പോൾ മാർപ്പാപ്പാമാർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ഈ ദരിദ്രനും വിനീതനുമായ വ്യക്തിയെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വേണമെങ്കിൽ കർദിനാളാക്കുമായിരുന്നു. കാരണം അസീസിയിലെ ഫ്രാൻസിസിൻ്റെ നേരെ അനുയായിയായ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബൊനവഞ്ചർ. കേട്ടിട്ടുണ്ടോ? ബൊനവെന്തൂര മൽപ്പാൻ എന്ന് പറയല്ലേ. അദ്ദേഹം നമുക്കറിയാം കർദിനാൾമാരുടെ തലവനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ആക്കി, പക്ഷേ ഫ്രാൻസിസിനാക്കുമായിരുന്നു. എന്നിട്ടും ഫ്രാൻസിസ് എന്ത് ചെയ്തു? ഒരു സഹോദരനായിട്ട് ജീവിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ പേര് ബ്രദർ എന്നാണ്, ബിജു ഇളമ്പച്ചൻ വീട്ടിലപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, OFM ക്യാപ്പ് ഞങ്ങളുടെ പേര് എന്നാ?
ഓർഡർ ഓഫ് ഫ്രയേഴ്സ് മൈനർ കപ്പൂച്ചിയൻ, നിസ്സാര സന്യാസ സഹോദരന്മാരുടെ സഭ എന്നാണ് ഞങ്ങളുടെ സഭയുടെ പേര്. OFM എന്ന് കാണുമ്പോൾ പേടിക്കരുത് കേട്ടോ. ഇതാ നിസ്സാര എളിയ സന്യാസ സഹോദരന്മാരുടെ സഭയാണ്. പക്ഷേ ആദ്യത്തെ പേരതായിരുന്നില്ല. ഫ്രാൻസിസ്കൻ സഭ എന്നൊക്കെ ഫ്രാൻസിസ് മരിച്ചപ്പോൾ പിന്നീട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയതാ കേട്ടോ. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സഭയുണ്ടാക്കി ബിജു സഭ എന്ന് വിളിക്കുമോ? അതെ, ബുദ്ധി ഇല്ലെങ്കിലേ വിളിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ വിളിച്ച പേരാ. ഫ്രാൻസിസും സഹോദരന്മാരും ഈ പറയുന്ന ചാക്ക് വസ്ത്രവും ഇട്ട് അരയിൽ കെട്ടുമായിട്ട് നടന്നു പോയപ്പോൾ, പെറൂജിയയിലൂടെയും അവിടെയുള്ള മോണ്ടെ ഫാൽക്കോ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൂടെ പോയപ്പോൾ, സുവിശേഷം പ്രസംഗിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഒത്തിരി സഭാവിരോധികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 12-ാം നൂറ്റാണ്ടിൽ സഭ തളർന്നു പോയൊരു കാലഘട്ടമായിരുന്നു. ആഡംബരത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒക്കെ പിന്നാലെ, യുദ്ധത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോയപ്പോൾ ഒത്തിരി പേര് സഭയെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു. അവരിൽ ചിലരുടെ പേരാണ് കത്താറികൾ. അവരെന്ത് ചെയ്തു? സഭയെ നോക്കി കുഞ്ഞണം കുത്തി. ഒപ്പം തന്നെ ആൽബിജിയൻസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ അച്ഛന്മാരെ വിശുദ്ധിയില്ലാതെ പരികർമ്മം ചെയ്യുന്ന കൂദാശയ്ക്കൊന്നും വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും അച്ഛന്മാർ പെണ്ണുപിടിയന്മാരോ കള്ളുകൂടിയന്മാരോ ബീഡി വലിക്കാരോ ഏതെങ്കിലും തോന്നിവാസികളാണെങ്കിൽ അവരുടെ കുർബാനയ്ക്ക് പോയേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അച്ഛന്മാരെയും ചീത്ത അച്ഛന്മാരെയും ഒക്കെ അവരെ ബ്രാൻഡ് ചെയ്ത കാലഘട്ടത്തിലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ പറയുന്ന ചാക്ക് വസ്ത്രവും ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഹു ആർ യു? നിങ്ങൾ ആരാ? നിങ്ങൾ പുതിയ സഭാവിരോധികളാണോ? അച്ഛന്മാരെ കുറ്റം പറയുന്നവരാണോ? ഉടനെ ഫ്രാൻസിസും സഹോദരന്മാരും എളിമയോടുകൂടി പറഞ്ഞേ, വി ആർ പെനിറ്റൻസ് ഫ്രം അസീസി. ഞങ്ങൾ അസീസിയിൽ നിന്നും വന്നിരിക്കുന്ന പാപ പരിഹാരകന്മാരാ, ഞങ്ങൾ കുറ്റം പറയുന്നവരല്ല. എന്ത് ചെയ്തു? അതിനുശേഷം അവരെ നിസാരമായ ലളിതമായിട്ടുള്ള കാര്യത്താൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയും കരുണത്തെ പറ്റിയും നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അതിനുശേഷം അവിടുന്ന് കരയാൻ തുടങ്ങി. ചോദിച്ചു, എന്തിനാ കരയുന്നേ? നിങ്ങൾ കരയാത്തതുകൊണ്ടല്ലേ ഞാൻ കരയുന്നേ. അതാണ് പ്രിയമുള്ളവരെ പാപപരിഹാരകന്മാരെന്ന് പറഞ്ഞാൽ. ജനങ്ങൾ കരയുന്നില്ല, പരിഹാരം ചെയ്യുന്നില്ല. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ സഹോദരന്മാരുടെയും പേര് തന്നെ പെനിറ്റൻസ് ഫ്രം അസീസി എന്നായിരുന്നു. അപ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ സഭ, പ്രിയമുള്ളവരെ, നമ്മളെ ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അറിയുമോ? മാനസാന്തരത്തിന് വേണ്ടി. ഒരിക്കൽ കൂടി നമുക്ക് ദിവ്യകാരുണ്യ മാനസാന്തരം വരണം. കാരണം എന്ത് ചെയ്തു? ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി ഗവേഷണം നടത്തിയപ്പോൾ എൻ്റെ ഗവേഷണ വിഷയം ഇതായിരുന്നു: ഫ്രാൻസിസ് ഓഫ് അസീസി, ആൻ എംബോഡിമെന്റ് ഓഫ് ദ യൂക്കറിസ്റ്റിക് മിസ്റ്ററി. അസീസിയിലെ ഫ്രാൻസിസ് വിശുദ്ധ കുർബാനയുടെ ആൾ രൂപം എന്നതിനെ പറ്റിയാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അസീസിയിലെ ഫ്രാൻസിസ് കൃതികൾ എഴുതിയിട്ടുണ്ട്. 4-ാം ക്ലാസ്സേ പഠിത്തമുള്ളായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് പറയുന്ന പേര് അസീസിയിലെ ഫ്രാൻസിസ്. 4-ാം ക്ലാസ്സും ഗുസ്തിയും പഠിത്തം ഉണ്ടായിരുന്നയാളാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യുന്നറിയുമോ? അദ്ദേഹം ദൈവിക പ്രചോദനത്താൽ എഴുതിയിരിക്കുന്ന അനുശാസനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ദൈവശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള വൈദികരും അച്ഛന്മാരുമൊക്കെ അവരെ അതിശയം കൊണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കും. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം, അദ്ദേഹത്തിൻ്റെ 28 കൃതികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാലയിൽ ഈ മുത്തുമണി കോർക്കുന്നത് പോലെ കോർത്തപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ കുർബാനയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസിസ് വീണ്ടും കടന്നു വരും പറയാ, ഓ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായി ദൈവത്തിൻ്റെ മടിയിലിരുന്നവൻ, ഒരിക്കൽ മാത്രം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലേക്ക് കടന്നു വന്നവൻ, ഇന്ന് പാവപ്പെട്ട വൈദികന്റെ കരത്തിലൂടെ അൾത്താരിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ലോകം മുഴുവൻ ഞെടുങ്ങി വിറയ്ക്കട്ടെ, സ്വർഗം തുള്ളിച്ചാടട്ടെ, ഭൂലോകം മുഴുവൻ ആനന്ദിക്കട്ടെ. എന്തൊരു തിയോളജിയാന്ന് നോക്കിയേ, എന്തൊരു മഹത്വമാണെന്ന് നോക്കിയേ. ഒരിക്കൽ മാത്രം സ്വർഗീയ സിംഹാസനത്തിൽ പിതാവിൻ്റെ മടിയിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലേക്ക് ഇറങ്ങി വന്നവൻ ഇന്ന് ഓരോ ദിവസവും പാവപ്പെട്ട വൈദികന്റെ കരത്തിലൂടെ, പ്രധാനപ്പെട്ട ആൽബീജിയൻസും കത്താറികളും പറഞ്ഞു പാപിയായ വൈദികന്റെ കരത്തിലൂടെ ഇറങ്ങി വരികയില്ല. ഫ്രാൻസിസ് പറഞ്ഞു വൈദികൻ പാപിയാണോ എന്ന് നോക്കേണ്ട, പരിശുദ്ധനാണോ എന്ന് നോക്കേണ്ട, അവൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു അവൻ്റെ കരത്തിലൂടെ അൾത്താരിയിലേക്ക് ഇറങ്ങി വരുന്നു.
ഈ അറിവ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അസീസിയിലെ ഫ്രാൻസിസ് വിശുദ്ധ കുർബാനെ ആരാധിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, പ്രിയമുള്ളവർ, ഈ വർഷത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ വേണ്ടത് ദിവ്യകാരുണ്യ മാനസാന്തരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അസീസിയിലെ ഫ്രാൻസിനെ പറ്റി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എനിക്കൊരു പ്രാർത്ഥന തന്നു. അസീസിലെ ഫ്രാൻസിസ് മരിക്കുന്നതിന് മുമ്പേ സ്വന്തം ടെസ്റ്റമെന്റ് വിൽപത്രം എഴുതി വെച്ചു. നമ്മളൊക്കെ എന്നായിരിക്കും വിൽപത്രം എഴുതി വെക്കുന്നത്? അപ്പറയുള്ള ഒരേക്കർ സ്ഥലം മൂത്ത മൂത്ത മകൻ മാത്തുക്കുട്ടിക്ക്, ഇപ്പറയുള്ള പെട്രോൾ പമ്പ് രണ്ടാമത്തെ മകൻ ജോസുകുട്ടിക്ക്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത് അല്ലേ? അസീസിയിലെ ഫ്രാൻസിസിന് എഴുതി വയ്ക്കാൻ ഒന്നുമില്ല. അവൻ മരിക്കാൻ കിടക്കുമ്പോൾ എഴുതിയത് മുഴുവൻ തനിക്ക് ദൈവം ചെയ്ത കൃപകളെ പറ്റി ധ്യാനിച്ചുകൊണ്ട്, അസീസിയിലെ ഫ്രാൻസിസായ എനിക്ക് ദൈവം മാനസാന്തരത്തിൻ്റെ വരം ഇപ്രകാരം തന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്നിട്ട് പറയുക, ദൈവം എനിക്ക് ഒരു പ്രാർത്ഥന തന്നു. എവിടെയാണെന്നറിയുമോ? ഏതെങ്കിലുമൊക്കെ ദേവാലയത്തിൻ്റെ അഗ്രത്തിലെ കുരിശ് കാണുമ്പോൾ നമ്മൾ താഴെ കൂടെ നടന്നു പോവാ, അല്ല നമ്മളെ നേരെ തൃശ്ശൂർക്ക് ഞാൻ വിട്ടു പോകുമ്പോൾ നമ്മുടെ ഇടവകയുടെ പേരിന് വഴി സൈഡിലുള്ള ഒരു വലിയ പള്ളി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടോ? മറന്നുപോയി, ഞാൻ വന്ന് ഇറങ്ങിയ സ്ഥലം ഇവിടെ 2 കിലോമീറ്റർ അപ്പുറയുള്ള സ്ഥലമില്ല, കൈപ്പം. അവിടെയുള്ള ദേവാലയത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫ്രാൻസിസിന് അതുകൊണ്ട് അല്ലേ, ചില ആൾക്കാർ പിള്ളേരൊക്കെ എങ്ങനെയാണ് മോളെ കുരിശ് വരയ്ക്കുന്നത്? പള്ളി വന്ന് എന്താ എളുപ്പം അല്ലേ? ഇപ്പം നമ്മളൊക്കെ ഒരു ചടങ്ങായിട്ട്. അസീസിയിലെ ഫ്രാൻസിസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയുമോ? വെയിലാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ചെളിയാണെങ്കിലും പൊടിയാണെങ്കിലും മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഒരു പ്രാർത്ഥന പാടുകയായിരുന്നു. We adore you, Lord Jesus Christ, here and in all the churches. കർത്താവായ യേശു ക്രിസ്തുവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഈ ദേവാലയത്തിൽ ലോകം മുഴുവനിലുമുള്ള സകല ദേവാലയത്തിലും നിന്നെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബാക്കി നിങ്ങൾക്കറിയാം, വിശുദ്ധ കുരിശാൽ അങ്ങേ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണെന്ന് ഇതുവരെയും നമുക്കറിയത്തില്ലായിരുന്നു അല്ലേ? കാരണം പ്രിയമുള്ളവരെ, പറയുകയാണ്, ഒരു മാലാഖായും ഒരു വൈദികനും എൻ്റെ മുമ്പിലേക്ക് ഒരുമിച്ച് വരികയാണ്. നമ്മളെന്നായും അയ്യോ മാലാഖെ, റാഫേൽ മാലാഖെ, നമ്മൾ പോയി ആശീർവാദം മേടിക്കും, ആ ചിറകിൻ്റെ കീഴിൽ നിൽക്കും. ഫ്രാൻസിസ് പറഞ്ഞു, മാലാഖയോട് പറയും, വെയിറ്റ് ചെയ്യണം കേട്ടോ, ഈ പാപിയായ വൈദികന്റെ കരം ഞാൻ പോയി ആദ്യം ചുംബിക്കും, എന്നിട്ടേ ഞാൻ ഈ മാലാഖായിനെ മൈൻഡാക്കുള്ളൂ. കാരണം എന്ത് ചെയ്യുന്നു? മാലാഖമാർക്ക് സ്തോത്രം പറയാൻ പറ്റും, പക്ഷേ ഈ വൈദികന്റെ കരത്തിലൂടെയാണ് ഓരോ ദിവസവും അൾത്താരിയിലേക്ക് വിശുദ്ധ കുർബാന വരുന്നത്. ഇതാ പ്രിയമുള്ളവരെ പറയുന്നത് ദിവ്യകാരുണ്യ മാനസാന്തരം. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞിരിക്കും, ഈ വർഷത്തിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് മാനസാന്തരം വേണം. രണ്ടാമത്തെ മാനസാന്തരം എന്നതാ പാരിസ്ഥിതിക മാനസാന്തരം. നമ്മൾ എന്ത് ചെയ്യുന്നു? പണ്ടൊക്കെ ഞങ്ങൾ റീജൻസി കാലത്തെ മുക്കോന്മാരുടെ കൂടെയും ആദിവാസികളുടെ കൂടെയും ഒക്കെ പോയി, പാവപ്പെട്ടവരുടെ കൂടെ പോയി, പരിസ്ഥിതിവാദികളുടെ കൂടെയൊക്കെ പോയി, മേധാ പട്കറുടെ കൂടെ ഞങ്ങളൊക്കെ ഡൽഹിയിലൊക്കെ പോയി സമരത്തിലിരുന്നിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്താണെന്നറിയുമോ? ഈ പരിസ്ഥിതിക്ക് വേണ്ടിയും സാമൂഹിക സുസ്ഥിതിക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങൾ റീജൻസി കാലത്ത് പോകുമ്പോൾ ഒരു പാട്ട് പാടുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനം, അല്ലേ? അറിയാവുന്ന പാട്ടല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഗീതമുണ്ട്. ആ ഗീതത്തിൻ്റെ പേര് ഇന്ന് എല്ലാവർക്കും അറിയാം, ലൗദാത്തോ സി. കേട്ടിട്ടില്ലേ? നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിയിൽ എടുത്ത് കൊടുത്തിരിക്കുന്ന പേരാ ലൗദാത്തോ സി ഓമി സിഞ്ഞോരേ. കർത്താവേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെയും സഹോദര സൂര്യൻ, ചന്ദ്രനെ കാണുമ്പോൾ ആ സഹോദരി ചന്ദ്രികേ, ഭൂമിയെ കാണുമ്പോൾ അമ്മ ഭൂമി, കത്തിജ്വലിക്കുന്ന അഗ്നിയെ കാണുമ്പോൾ സഹോദരൻ അഗ്നി, ജലത്തെ കാണുമ്പോൾ സഹോദരി, പുഴുവിനെ കാണുമ്പോൾ ഒരു ചവിട്ടല്ലേ, പുഴുവിനെയും പൂമ്പാറ്റയും കാണുമ്പോൾ ചവിട്ടുകയും പിടിച്ച് പറിച്ച് ചിറക് പിടുത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുഴുവിനെ കാണുമ്പോൾ ഉടനെ എടുത്ത് വഴിയിൽ നിന്ന് മാറ്റി വയ്ക്കുമായിരുന്നു. കാരണം എന്നാ? ബൈബിളിലെ ഒരു വാക്യമാണ് ഓർമ്മ വരുന്നത്, ഐസിയാസിന്റെ പ്രവചനം, യേശുവിനെ പറ്റിയുള്ള പ്രവചനം, ഞാൻ മനുഷ്യനല്ല കൃമിയാകുന്നു.
ഞാൻ മനുഷ്യനല്ല പുഴുവാകുന്നു എന്ന് യേശുവിനെ പറ്റി, സഹനദാസനെ പറ്റി യേശയ്യാ പ്രവചിച്ചത് ഓർമ്മ വരുമ്പോൾ, പുഴുവിനെ കാണുമ്പോൾ പോലും ഉടനെ സ്വർഗത്തെ ഓർമ്മ വരുന്ന ഒരു ഫ്രാൻസിസ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പൊതുഭവനം ഏതാ? നമ്മുടെ പൊതുഭവനം ഏതാ? നമ്മുടെ പൊതുഭവനമാണ് ഈ ഭൂമി. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൊതുഭവനം ഇത് നമ്മുടെ ആർത്തിക്ക് വേണ്ടിയുള്ളതല്ല, ഇത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് നമ്മൾ കടന്നു പോകണം. ഈ ഭൂമിയുടെ മുകളിലൂടെ എങ്ങനെ കടന്നു പോകണം? ഒരു പുല്ല് പോലും അറിയരുത് നമ്മൾ കടന്നു പോയത്, ഒരു പുൽച്ചാടി പോലും പറന്നു പോകരുത് ഞാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ജീവിക്കണം. ഇതിനെ വിളിക്കുന്ന പെരുഞ്ഞനെ ഓരോന്നിനെ പറ്റിയും ഗൗരവമായിട്ട് പറയുന്നതിൻ്റെ സമയം കുറവായതുകൊണ്ട്, അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പാരിസ്ഥിതിക മാനസാന്തരം വേണം. ഇനി മൂന്നാമത്തെ എന്ത് ചെയ്യണം? സഭാത്മകമായ മാനസാന്തരം വേണം. കാരണം എന്താ? നമുക്കറിയാം, ഇന്നാണ് സഭ ഏറ്റവും ദുഷിച്ചു പോയൊരു കാലഘട്ടമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, പണ്ടും ഉണ്ടായിരുന്നു സഭയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പണ്ടും അച്ഛന്മാരുടെ ഭാഗത്ത്, സിസ്റ്റർമാരുടെ ഭാഗത്തും അൽമാരുടെ ഭാഗത്തുമൊക്കെ തെറ്റുണ്ടായിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം, ഇന്ന് വ്യാപകമായിട്ടൊരു പ്രത്യേകമായിട്ട് അജണ്ടയുടെ പേരിൽ ഇന്ന് അത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും എന്ത് ചെയ്തു? അസീസിയിലെ ഫ്രാൻസിസ് പറയുകയാണ്, ഞാൻ തിരുസഭയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അസീസിയിലെ ഫ്രാൻസിസിന്റെ സഭയിലേക്ക് വരുവാൻ വേണ്ടി ഒരൊറ്റ കണ്ടീഷൻ, 2 കണ്ടീഷനേ വെച്ചിരുന്നുള്ളൂ. ഒന്നാമത്തെ എന്തായിരിക്കണം? കത്തോലിക്കനായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കുഷ്ഠരോഗികളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധനായിരിക്കണം. നമ്മുടെ ഇവിടെ ശുശ്രൂഷയുടെ മേഖലയുണ്ടല്ലോ അല്ലേ, ആരോഗ്യമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അസീസിയിലെ ഫ്രാൻസിസിൻ സഭയിൽ ചേരാൻ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം കുഷ്ഠരോഗികളെ പരിചരിക്കുവാൻ വേണ്ടി വിടും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നല്ല കത്തോലിക്കനായിരിക്കണമായിരിക്കും. നമ്മളെ ആൾക്കാർക്ക് ഉറക്കം വരുന്നുണ്ട്. കാര്യം എത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ നമുക്ക് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് സഭയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വർഷം പ്രഖ്യാപിച്ചിരിക്കുക. ഇനി നമുക്കറിയാം, ഞാൻ ചെറിയ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യേണ്ട കാര്യം എന്താ? ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ നമ്മൾ പോകുന്നത് നമ്മൾ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദണ്ഡവിമോചനം വിൽക്കുന്ന ഒരു കാലഘട്ടം ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് സംശയമുണ്ട് ദണ്ഡവിമോചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്. അപ്പോൾ പ്രത്യേകിച്ചും ഈ വർഷം ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ സെക്രട്ടറി, മാർപ്പാപ്പാട് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ്, ദണ്ഡവിമോചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് ആഴത്തിന് അടിസ്ഥാനം, അല്ലെങ്കിൽ എന്നാ പറഞ്ഞേ, അടിയില്ല, അടിത്തറ. നമ്മൾ പറയും ഒരു ചാക്കില്ല, ചാക്കെന്ന് പറഞ്ഞാൽ അറിയുമോ? ചാക്കിന് അടിയില്ലെങ്കിൽ, മൂടില്ലെങ്കിൽ നമ്മൾ ഇടുന്ന വസ്തുവൊക്കെ എന്നാ ചെയ്യും? എത്ര ഇട്ടാലും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ മുമ്പിൽ ഒരു കൊട്ടയുണ്ട്, ഈ കൊട്ടയ്ക്ക് അടിയില്ലെങ്കിൽ നമ്മൾ ഇടുന്ന സാധനം മുഴുവൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർപ്പാപ്പായും സഭയും പറയുന്ന ഇതാ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് അടിയില്ല, അല്ലെങ്കിൽ മൂടില്ലാത്തത് കൊണ്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാലഘട്ടത്തിൽ ദൈവസ്നേഹവും ദൈവകരുണയും അങ്ങേ അറ്റം അനുഭവിച്ചറിഞ്ഞ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ നമ്മുടെ പാപമോചനം മാത്രമല്ല, നമ്മുടെ പാപത്തിൻ്റെ കാലികമായിട്ടുള്ള ശിക്ഷയും ടെമ്പറൽ എന്നാ പറയുന്നത് പെനൻസ് അല്ലെങ്കിൽ ടെമ്പറൽ ശിക്ഷ എല്ലാം കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാം, നിങ്ങൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ പാപം മോചിക്കുമോ ചേച്ചി? ഒരാളെ കൊന്നു, പാപം മോചിക്കുമോ? 10 പേരെ കൊന്നു, പാപം മോചിക്കുമോ? നമുക്കറിയാം, നമ്മൾ അനുതാപത്തോടുകൂടി മാനസാന്തരത്തോടുകൂടി പരിഹാരം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുമ്പസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പാപം എല്ലാം മോചിക്കും. നമ്മുടെ സങ്കീർത്തകം പറയുന്നുണ്ടല്ലോ, പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ക്ഷയിച്ചു പോയി, വേനൽക്കാലത്തെ ചൂട് കണ്ടുന്ന പോലെ ശക്തി വരണ്ടു പോയി. 32-ാം സങ്കീർത്തനം. പാപം ഏറ്റു പറഞ്ഞപ്പോൾ ക്ഷമിച്ചു. നമ്മുടെ പുതിയ നിയമത്തിലും പറയുന്ന മുഴുവൻ പാപം ഏറ്റു പറയുന്നതിനെ പറ്റി, ക്ഷമിക്കുന്നതിനെ പറ്റി. അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേട്ടപ്പോൾ അവർ തങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞു, മാനസാന്തരപ്പെട്ടു, ദൈവം ക്ഷമിച്ചു. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മളുടെ വിശുദ്ധ കുർബാനയിൽ ഒരു പാട്ടുണ്ട് അനുതാപകീർത്തനത്തിൽ, അപരാധങ്ങൾ
നീക്കണമേ. ബാക്കി എന്നാ? എന്നാ നല്ല പാട്ടുകാരാ, തൃശ്ശൂരുകാരിലെ നല്ല പാട്ടുകാരാ. പാപകടങ്ങൾ മായ്ക്കണമേ. ഒരെണ്ണം പറഞ്ഞ് നിർത്തിയാൽ പോരെ, കുറച്ചുകൂടെ നമുക്ക് സമയം കുർബാനയ്ക്ക് നീട്ടം കുറഞ്ഞേ അല്ലേ. അപരാധങ്ങൾ നീക്കണമെന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത് പറയുക, പാപകടങ്ങൾ മായ്ക്കണമേ. ഇതിനെ വിളിക്കുന്ന പേരാ ടെമ്പറലായിട്ടുള്ള പണിഷ്മെന്റ്. നമുക്ക് എന്ത് ചെയ്യുന്നു? കാലികമായിട്ടുള്ള ശിക്ഷയുണ്ട്. അതേപറ്റി അധികം പറയാൻ വേണ്ടി പറ്റിയ സമയമില്ലാത്തതുകൊണ്ട് പറയപ്പെട്ടിരുന്നു. ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യനും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എന്ത് ചെയ്യുന്നു പ്രിയമുള്ളവരെ? കോൺസിക്വൻസ് ഉണ്ട്, പരിണിത ഫലമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് വന്നിട്ട് ബിജുവച്ചിന് ഒരു കുശൃതി തോന്നി, ഒരു വലിയ കല്ല് അങ്ങ് നടുക്കേക്ക് എടുത്തിട്ടു. കല്ല് നടുക്കേക്കേ വീണുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ പ്രകമ്പനം അതിര് വരെ വരികയില്ലേ, ചെറിയ ഓളങ്ങൾ. ഇതിനെ വിളിക്കുന്ന പേരാ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കോൺസിക്വൻസ് ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതിന് പരിഹാരം ചെയ്തതിന് ശേഷമേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയൊക്കെ പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു തമാശയായിട്ടൊക്കെ എടുക്കാറുണ്ട്. പ്രിയമുള്ളവർ, പറയാനാണെങ്കിൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. നമുക്കറിയാം, വിശുദ്ധ നമ്മുടെ ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ ആരാ? ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധിയായി വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഒത്തിരിയേറെ പ്രതിപാദ്യങ്ങളുമുണ്ട്, ദർശനത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ഒരു വൈദികൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ, പ്രിയപ്പെട്ട വൈദികൻ, വിശുദ്ധനായ വൈദികൻ കിടക്കുന്നത് കണ്ടപ്പോൾ, ഈ പറയുന്ന ഫൗസ്റ്റീനിയ പുണ്യവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈശോയോട് ചോദിച്ചു, ദർശനത്തിൽ ചോദിച്ചു, എത്ര വർഷം? 30 വർഷം. ഒരു വിശുദ്ധനായ വൈദികൻ ശുദ്ധീകരണ സ്ഥലത്തിൽ വർഷം ദൈവത്തിൻ്റെ വർഷമാണോ നമ്മുടെ വർഷമാണെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ വർഷം എങ്ങനെയാ? ഒരു ദിവസം ദൈവത്തിൻ്റെ അടുത്ത് 1000 വർഷം പോലെ ആയിരിക്കും. അതുകൊണ്ട് ഏത് വർഷമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ചോദിച്ചു, എന്തേ കാരണം പറയുക? പൗരോഹിത്യത്തിനടുത്ത കടമകളിൽ ചെറിയ വീഴ്ച വന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛന്മാരോടും സിസ്റ്റർമാരോടും പറയും, നിങ്ങളുടെ അൽമാർക്കൊക്കെ പുത്തൂരത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അൽമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നാൽ പിന്നെയും കുറേയും കൂടെ ക്ഷമയുണ്ട് അച്ഛന്മാർക്ക് സിസ്റ്റർമാർക്കുമൊക്കെ. കാരണം എന്ത് ചെയ്തു? 100% കൃപ ലഭിച്ചിരിക്കുന്ന നമുക്ക് വീഴ്ച വന്നാൽ ബുദ്ധിമുട്ടാണ് സിസ്റ്ററെ. അതുകൊണ്ട് ഓർത്തുകൊണ്ട് നമ്മളൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു പറയാം, സഭയുടെ പ്രത്യേകിച്ചും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അനിതര സാധാരണമായ പുണ്യ സുഹൃതങ്ങളെ പ്രതി ദൈവത്തിൻ്റെ കൃപയുടെ ആഴം നമുക്ക് വീതിച്ചു തരുവാൻ വേണ്ടി തിരുസഭ മെനക്കെട്ടിരിക്കുന്നതാ പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് നമുക്കറിയാം, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം അങ്ങേയറ്റം മനസ്സിലാക്കി ഈ കരുണ മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഞാൻ പലപ്പോഴും കരിസ്മാറ്റിക് ധ്യാനമന്ത്രങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു കരിസ്മാറ്റിക് ധ്യാനമന്ത്രമുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അസീസി ധ്യാനമന്ത്രം കേട്ടിട്ടുണ്ടോ? ഭരണജ്ഞാനത്തെ കേരളത്തിലെ ആദ്യത്തെ ധ്യാനമന്ത്രം അസീസി ധ്യാനമന്ത്രമാണ്. ഇത് തുടങ്ങിയ വ്യക്തിയുടെ പേരറിയാമോ? അദ്ദേഹം ഇന്ന് ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദൈവദാസനായ ആർമണ്ടച്ചൻ കപ്പൂച്ചിനാ കേട്ടോ, നമ്മുടെ ആലുവയിലൊക്കെ ജീവിച്ചിരുന്ന ഞാൻ ആർമണ്ടച്ചൻ്റെ ദൈവദാസ പദവിയിലേക്കുള്ള ശുശ്രൂഷയിലെ ഞാൻ അവിടുന്ന് അതിൻ്റെ അച്ഛൻ്റെ ജീവചരിത്രമൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒപ്പം തന്നെ പട്ടാരത്തുമുണ്ട്, ഇവിടെയുമുണ്ട്. കപ്പൂച്യൻ ധ്യാനമന്ദിരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഞങ്ങൾ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നു. ഈ ആർമണ്ടച്ചനെ പറ്റി പറഞ്ഞ ആർമണ്ടച്ചനെ വലിയ പ്രഭാഷകനൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ തൃശ്ശൂരുള്ള ഒരു അച്ഛൻ്റെ കൂടെ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ആർമണ്ടച്ചൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. അച്ഛനെ അല്പം അക്ഷരശുദ്ധി കുറവുണ്ട്. പറയും, പ്രിയമുള്ളവരെ, ദൈവം ക്ഷമിക്കുന്നു, ദൈവം വീണ്ടും ക്ഷമിക്കുന്നു, ദൈവം പിന്നെ ക്ഷമിക്കുന്നു. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ഇതാ പ്രിയമുള്ളവരെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മനുഷ്യരോട് മാത്രമല്ല സകല ജീവികളോടും ഒരിക്കൽ പോകുന്ന വഴിയിൽ കുറേ പക്ഷികളെ കണ്ടപ്പോൾ പക്ഷികളോട് പറഞ്ഞു, പക്ഷി സഹോദരിമാരെ വന്നാലും അവരെല്ലാം വന്നിരുന്നപ്പോൾ ഈ പക്ഷികളോട് പ്രസംഗിച്ചത് മുഴുവൻ ദൈവം എത്ര കരുണാമയനാ, പാറിപ്പറക്കുവാൻ നിങ്ങൾക്ക് ചിറകുകൾ തന്നിരിക്കുന്നു, പട്ടിണി കിടക്കാതിരിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും ഗോതമ്പ് മണി തരുന്നു, നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ചിറകിൽ തൂവൽ തന്നിരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ
പക്ഷികളെല്ലാം പാറി ദൈവത്തെ സ്തുതിച്ചു എന്നാ പറയുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ത് ചെയ്തു? ദൈവ കരുണയുടെ ആഴം മനസ്സിലായി. പ്രത്യേകിച്ചും കുരിശിലെ യേശു, അച്ഛൻ പറഞ്ഞതുപോലെ ദരിദ്രനും വിനീതനും നഗ്നനുമായ കുരിശിലെ യേശു. ഈ അസീസിയിലെ ഫ്രാൻസിസിനെ നഗ്നതയോട് അല്പം ക്രേസ് ഉണ്ടായിരുന്നു കേട്ടോ. നിനക്കറിയാമല്ലോ, ചരിത്രം അറിയുമ്പോൾ, ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹം 6 പ്രാവശ്യം തുണി ഉരിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫ്രാൻസിസിൻ്റെ സ്പിരിച്വാലിയെ പറ്റി വിളിക്കുന്നതാണ് നൂഡിത്ത ഫ്രാൻസിസ്കാന. ഒരു പുസ്തകത്തിൻ്റെ പേരാ ഫ്രാൻസിസ്കൻ ന്യൂഡിറ്റി. പ്രത്യേകിച്ചും അസീസിയിലെ ഫ്രാൻസിസ് പറയുക, ക്ലാര പുണ്യവതിയോട് പറയുക, ഓ ക്വീൻ, ക്ലാരയെ വിളിക്കുന്ന പേര് ക്വീൻ എന്നാണ്. ഗെയ്സ് അറ്റ് ഹിം, നഗ്നനായി ഇവനെ നോക്കി നിൽക്കുക. പിന്നെ പറയാണ് കൺസിഡർ ഹിം, അവനെ പരിഗണിക്കുക. കോണ്ടംപ്ലേറ്റ് ഹിം, അവനെ ധ്യാനിക്കുക. ഇമിറ്റേറ്റ് ഹിം, അവനെ അനുകരിക്കുക. അപ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിനെ പ്രിയമുള്ളവരെ, നഗ്നനായിട്ടുള്ള ക്രിസ്തുവിനോട്, കുരിശിൽ മരിച്ചിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള ഇത്ര അഗാധ സ്നേഹം വരുവാൻ കാരണം എന്നാണെന്നറിയുമോ? ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം അങ്ങേയറ്റം കാണിച്ചു തന്നു. അപ്പോൾ അത് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കരിസ്മാറ്റിക് ഇതിനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരും വചനം കേൾക്കാൻ വന്നിട്ടുള്ളവരായതുകൊണ്ട് ബൈബിളിലെ ഒരു കാര്യം കൂടി ചുരുക്കമായിട്ട് പറയാം. നമ്മളെ പ്രത്യേകിച്ചും ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തെ കാണുന്നില്ലേ? അബ്രാഹം ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന, അമ്രയുടെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ദൈവദൂതൻ വന്നു. പിന്നീട് സോതോമിലേക്ക് പോകുന്ന വഴിയിൽ അബ്രാഹത്തോട് പറയുക, സോതോമിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം പ്ലീഡ് ചെയ്യുന്നുണ്ടല്ലേ, മധ്യസ്ഥ വഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദൈവമേ, നീതിമാന്മാരോടൊപ്പം നീ നീതിരഹിതരെയും നീ എന്ത് ചെയ്തിട്ട് അവനെ ശിക്ഷിച്ചു കളയുമോ? എന്നിട്ട് ചോദിച്ചു, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ ദൈവം എന്നാ പറഞ്ഞേ? പറ. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ സോതോമിനെ വെറുതെ വിടും, ശിക്ഷിക്കുകയില്ല. ഉടനെ അബ്രാഹത്തിന് സംശയം ചോദിച്ചു, ഇനിയിപ്പം 40 ഉള്ളെങ്കിലോ? എന്നാ പറഞ്ഞു? ഇല്ല. 30 ഉള്ളെങ്കിലോ? 20 ഉള്ളെങ്കിലോ? 10 ഉള്ളെങ്കിലോ? 10 പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, 10 പേരുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടും. ബാക്കി എന്നാ പറയുന്നത്? അബ്രാഹത്തോടുള്ള സംസാരം നിർത്തി ദൈവം പോയി. പിന്നീട് അബ്രാഹം കാണുന്നത് തീയും ഗന്ധകവും ഇറങ്ങി ഈ സോദോം ഗൊമോറ നശിക്കുന്നതാ. പ്രിയമുള്ളവരെ, ഞാൻ പറയും, എന്തുകൊണ്ടാ? ഈ നീതിമാന്മാരുടെ കുറവ് കൊണ്ടാണോ സോദോം ഗൊമോറ നശിച്ചേ? അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും യാചനയുടെയും കുറവ് കൊണ്ട്. അബ്രാഹത്തിന് ദൈവത്തിൻ്റെ കരുണയെ സംശയിച്ചു. അബ്രാഹം വിചാരിച്ചു, ചോദിച്ച് നമ്മളെന്ത് ചെയ്യുന്നു? ഡീല് നടത്തുക. ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി ഞാൻ പോയി. ചേട്ടനോട് വണ്ടി മേടിച്ചു. ചേട്ടൻ വലിയ കാശുകാരനാണ് കേട്ടോ, ഞാൻ തീരെ ദരിദ്രനാ. ഞാൻ പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു 1.5 തരുമോ? പുള്ളി പറഞ്ഞു 1.5 തന്നേക്കാം. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ, പൈസ ആയില്ല, 1 ലക്ഷത്തിന് തരാമോ? തരാം. 50,000-ന് ചോദിച്ച് ഞാൻ എന്ത് ചെയ്തു? 50,000-ന് അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെയല്ലേ അല്പം എന്നാ നാണോ മാനോ ഉള്ളതും ചെയ്യുന്ന? അങ്ങനെയല്ലേ? ആരെങ്കിലും ചോദിക്കുമോ ചേട്ടാ വെറുതെ തരാവോ? ചേട്ടാ വെറുതെ തരാമോ എന്ന് ചോദിക്കുമോ? ചിലപ്പോൾ കാശുകാരനാണെങ്കിൽ നീ വെറുതെ തരാമോ എന്ന് ചോദിച്ചാൽ നിനക്ക് തരാൻ സാധ്യത ഉണ്ടായിരുന്നു. അബ്രാഹത്തിൻ്റെ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം ഇതായിരുന്നു, ദൈവം എന്ത് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ ചില പിടുത്തമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അബ്രാഹിം ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു, ദൈവമേ, നീതിമാന്മാരായ ആരുമില്ലെങ്കിലോ ക്ഷമിക്കാമോ? ക്ഷമിക്കുമെന്ന് ദൈവം പറയുമായിരുന്നു. കാരണം എന്നാ? ഇതിനേക്കാൾ വലിയൊരു അപരാധം ക്ഷമിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയുമോ? കാൽവരിയിലെ ഗാഗുൽത്തായുടെ മലയിൽ. അവിടെ ഒരു മനുഷ്യൻ പറയുക, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ചെയ്ത കാര്യമല്ല, അവിടെ വലിയ അനീതിയും ക്രൂരതയും പീഡനം നടമാടിക്കൊണ്ടിരിക്കുക. ഈ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുക. അവരെ കുന്തം കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് യേശു പറയുന്നത് നീതിമാനെ ഓർത്തിട്ടല്ല, പ്രിയമുള്ളവരെ, പ്രിയമുള്ള ദൈവമേ, നിരുപാധികം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു നിരുപാധികം ക്ഷമിച്ചു. കരമേർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രവൃത്തിയുടെ ഫലമായിട്ട്, നമ്മുടെയൊക്കെ നന്മയുടെ ഫലമായിട്ടാണ് ദൈവം ക്ഷമിക്കുന്നത്. നല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ, പ്രത്യേകിച്ച് ക്ഷമ, കരുണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർലോഭമായിട്ടുള്ള ദാനമാണ്. അസീസിയിലെ ഫ്രാൻസിസ് എന്ത് ചെയ്തു? ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ
അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ കരുണയായിരിക്കണമേ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ഈ മനുഷ്യന് വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് അസീസിയിലെ ഫ്രാൻസിസ് 1217 കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പോയത്. അന്നത്തെ കാലത്ത് മുസ്ലിങ്ങളും മറ്റു മതസ്ഥരുമൊക്കെ നശിച്ചു പോയി എന്ന് വിചാരിച്ച കാലഘട്ടത്തിൽ അസീസിയിലെ ഫ്രാൻസിസ്, പ്രിയമുള്ളവരെ, സാരസന്മാരുടെ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പോയി സുൽത്താനോടെ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി പറഞ്ഞു. നമുക്കറിയാം, കുരിശ് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. ക്രിസ്ത്യാനിയെ കണ്ടാൽ അന്നേരം തല വെട്ടുന്ന കാലഘട്ടത്തിൽ അസീസിയിലെ ഫ്രാൻസിസ് ഒരായുധവും ഇല്ലാതെ നിരായുധനായി പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ചക്രവർത്തി കൊട്ടാരത്തിൽ വിളിച്ചു കയറ്റി. പോകാനായപ്പോൾ ചക്രവർത്തി കെട്ടിപ്പിടിച്ച് ചോദിച്ചു, നമ്മുടെ ഫ്രാൻസിസേ, നിന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ചക്രവർത്തിയുടെ പേര് മാലിക് അൽ കമീൽ എന്നാ. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ വിശ്വാസം സ്വീകരിക്കാൻ വൃത്തിയില്ല. കാരണം എന്ത് ചെയ്തു? മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ മാലിക്കാണ്, പുള്ളിക്ക് പറ്റുകയില്ല. പക്ഷേ നമ്മൾ എന്ന് കാണും എന്ന് ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ചക്രവർത്തി, നമ്മൾ സ്വർഗത്തിൽ വെച്ച് കാണും. നീ മുസ്ലിം ആയതുകൊണ്ട് കാണുകയെന്നല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കുമുണ്ട്, ഏതു പാപിക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്, പക്ഷിമൃഗാദികൾക്കും. എല്ലാവരെയും ക്രിസ്തുവിൽ അനുരഞ്ജിപ്പിക്കുന്നവനായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മാറി. അപ്പോൾ പ്രിയമുള്ളവരെ, സമയം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സമയം തീരുന്നതുകൊണ്ട് ഒരിക്കൽ കൂടി ഫ്രാൻസിസിനോട് ദൈവം ചൊരിഞ്ഞ കരുണയെപ്പറ്റി ഓർക്കുമ്പോൾ, ഫ്രാൻസിസ് ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി യാചിച്ചതിൻ്റെയും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിൻ്റെയും ആവശ്യകത ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഒരു സംഭവം കൂടി പറയാം. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മൾ ഈ വർഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന ദണ്ഡവിമോചനമാണെങ്കിൽ എല്ലാ വർഷവും ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ഒരു ദിവസം ദണ്ഡവിമോചനം 800 വർഷമായിട്ട് കേട്ടോ. ഈ വർഷം ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് എന്നതാ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മരിച്ചതിൻ്റെ 800-ാം വർഷമാണ്. ഒക്ടോബർ മാസം 3-ാം തീയതി അസീസിയിലെ ഫ്രാൻസിസ് മരിച്ച് 800 വർഷമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഫ്രാൻസിസ് ഒരു പുതിയ വിശുദ്ധനാണെന്നൊക്കെയാണ്. കാരണം എന്ത് ചെയ്യുന്നു? അത്രമാത്രം നമുക്കറിയാവുന്ന വിശുദ്ധനായതുകൊണ്ട് ഫ്രാൻസിസ് 800 വർഷം മുമ്പ് ജീവിച്ചെന്ന് നമ്മൾ ഓർക്കുന്നില്ല. അപ്പോൾ 1216 ഒരു ദിവസം അസീസിയിലെ പോർച്ചുഗൽ എന്ന് പറയുന്ന മാലാഖമാരുടെ രാജ്ഞിയുടെ പള്ളി, ഏറ്റവും കൂടിയാൽ ഇത്രയും കാണും, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ കിടന്ന ഫ്രാൻസിസ് മരിച്ചത് ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയായിരുന്നു. ഈ പള്ളിയിൽ വെച്ച് രാത്രി മുഴുവൻ മുനിഞ്ഞു കത്തുന്ന ദീപത്തിൻ്റെ മുമ്പിൽ അസീസിയിലെ ഫ്രാൻസിസ് മുട്ടിൽമേൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ പള്ളിയുടെ പ്രത്യേകത എന്നറിയുമോ? ചില ദിവസം രാത്രിയിൽ മാലാഖമാരുടെ പാട്ട് കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒഴിഞ്ഞ പള്ളി, ആരുമില്ലാത്ത പള്ളിയായിരുന്നു. ഇടയ്ക്ക് മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പള്ളിയിൽ ഇടയ്ക്ക് ദേവസംഗീതം മുഴങ്ങുമായിരുന്നു. അത് പാരമ്പര്യം പറയുന്നതാണ്. അപ്പോൾ ഫ്രാൻസിസ് നിർവൃതിയിൽ ലയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഈശോയും മാതാവും പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഫ്രാൻസിസേ, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിനക്ക് എന്നാ വേണ്ടേ? നമ്മളാണെങ്കിൽ വലിയൊരു ലിസ്റ്റൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ടല്ലോ, അല്ലേ? ഇപ്പം ലോട്ടറി അടിച്ചാൽ എന്നാ വേണ്ടത്? ഇപ്പം സപ്പോസ് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാനുള്ള കുറേ കാര്യത്തിൻ്റെ ഒക്കെ പേര് ഉണ്ടല്ലോ, അല്ലേ? ഇതുപോലെ നമുക്ക് ഭൗതികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. അസീസിയിലെ ഫ്രാൻസിനോട് ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞ കാര്യം ഇതാണ്: ദൈവമേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെ അവർ രക്ഷപ്പെടുവാൻ വേണ്ടി, ആത്മനാശം വരാതിരിക്കുവാൻ വേണ്ടി ഇടവരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പ്രസാദിച്ച് പറഞ്ഞു, എൻ്റെ ദാസനായിട്ടുള്ള മാർപ്പാപ്പ തിരുമേനിയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. മാർപ്പാപ്പ അവിടെ തൊട്ടടുത്ത് പെറൂജിയയിൽ അന്ന് ക്യാമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിന്നറിയുമോ, അദ്ദേഹം മാർപ്പാപ്പയുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു പറ്റുകയില്ല. കാരണം എന്നാ? അന്നത്തെ കാലത്ത് ദണ്ഡവിമോചനം കൊടുക്കുന്നത് യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്കും സഭയിലേക്ക് വലിയ സംഭാവന നൽകുന്നവർക്ക് കൊടുക്കുകയുള്ളൂ. ഇവിടെ ചെറിയ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം കിട്ടിയാൽ പിന്നെ ആരെങ്കിലുമൊക്കെ യുദ്ധത്തിന് പോവുമോ? കുരിശുയുദ്ധത്തിന് പോകുമോ? സംഭാവന കൊടുക്കുമോ? അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഈശോ എനിക്ക് അനുവദിച്ചു തന്ന കാര്യമാണ്, ഈശോയുടെ വികാരിയായിട്ട് അങ്ങേക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുകയല്ല. അപ്പോൾ ഈ പറഞ്ഞ മാർപ്പാപ്പ ചോദിച്ചു എന്നാ പറയുന്നത്, ഗ്രിഗോറിയസ് മാർപ്പാപ്പയാണ് ചോദിച്ചത്, എത്ര നാളത്തേക്ക്, എത്ര ദിവസത്തേക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാർപ്പാപ്പ തിരുമേനി, ദിവസത്തിൻ്റെ കണക്കല്ല ഞാൻ ചോദിക്കുന്നത്, ആത്മാക്കളുടെ കണക്കാണ് ഞാൻ ചോദിക്കുന്നതെന്ന് മാർപ്പാപ്പയുടെ മുമ്പിൽ വെച്ച് നെഞ്ചുയർത്തി പറഞ്ഞപ്പോൾ മാർപ്പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ, ലോകാവസാനം വരെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2-ാം തീയതി നമ്മുടെ
പോർസിംഗുല ദണ്ഡ വിമോചനം എന്ന് പറയുന്ന പറഞ്ഞു ഒറ്റ ദിവസം എല്ലാ വർഷവും 700 വർഷമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി പറഞ്ഞാലേ കടല് പോലെ. കാരണം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്നാ? രണ്ടാം ക്രിസ്തു. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്നെ മൂന്നാം ക്രിസ്തു എന്ന് വിളിക്കണം. നമ്മുടെ നടന്നു പോകുമ്പോൾ എന്നെ വേണമെന്ന് കളിയാക്കി വിളിച്ചോ കേട്ടോ. 800 വർഷമായി ഫ്രാൻസിസ് മരിച്ചിട്ട് നമുക്കറിയാം മഹാവിശുദ്ധന്മാർ വന്നു. ഇതുവരെയും സഭ മൂന്നാം ക്രിസ്തു എന്ന് ആരെയും വിളിച്ചിട്ടുണ്ടോ? ഇല്ല പ്രിയമുള്ള. അപ്പോൾ എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വൈറസിനെ യേശു ക്രിസ്തു ഗലീലിയയിലൂടെ സഞ്ചരിച്ചപ്പോൾ എത്രമാത്രം ഗൗരവതരമായി കൊടുത്തോ അതേപോലെ 13-ാം നൂറ്റാണ്ടിൽ കൊടുത്ത വ്യക്തി അതിനുശേഷമുള്ള യുഗങ്ങൾ മുഴുവൻ അവനെ പറ്റിയുള്ള വെറും ഓർമ്മ പോലും സഭയെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായിട്ട് എന്ന് നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം ഫ്രാൻസിസ് ചെയ്തൊരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട സേവ്യറച്ചൻ ക്രിസ്ത്യച്ചൻ പറഞ്ഞതുപോലെ അവന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മജ്ജയും മാംസവും വെച്ചു കൊടുത്തു. ഞാൻ പണ്ട് പറഞ്ഞു കേട്ടൊരു ചരിത്രമുണ്ട്. നമ്മുടെ ഈജിപ്തിലെ മമ്മി എന്ന് പറഞ്ഞാൽ അറിയോ? ഈ മമ്മി അല്ലേ കേട്ടോ. പിരമിഡിൻ്റെ അകത്തുള്ള മമ്മിമാരെ വെച്ച് കഴിയുമ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യുന്നറിയുമോ? ഒരു മനുഷ്യനെ നിത്യകാലത്തേക്ക് പാരത്രിക ജീവിതത്തിലുള്ള സാധനങ്ങളൂടെ കൂടി വെക്കും. സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും വെള്ളവും വീഞ്ഞും എല്ലാം വെച്ച് കൊടുക്കും അവിടെ. അങ്ങനെ ഈ പറയുന്ന കൂടാരത്തിൽ വലിയ ഈ പറയുന്നതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു മമ്മി പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ചെറിയൊരു ഭരണി നിറച്ചും ഗോതമ്പിരിക്കുന്നു. തിന്നാൻ വേണ്ടി വെച്ചതായിരിക്കും ആത്മാവിനെ. ഈ ഗോതമ്പ് കണ്ടപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു സംശയം. 2500 വർഷം മുമ്പേ ഈജിപ്തിലെ ആ മമ്മിയുടെ കൂടെ വെച്ചിരിക്കുന്ന പിരമിഡിൽ വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് മുളയ്ക്കുമോ എന്നറിയാൻ വേണ്ടി അന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് ഒരു പരിസ്ഥിതിയിൽ അവർ പരീക്ഷണശാലയിൽ ഇത് വിതച്ചപ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്നായിരുന്നു? ഗോതമ്പ് മുളച്ചു. 2500 വർഷമായിട്ട് ഡോർമെന്റ് സ്റ്റേജിൽ ഉറങ്ങിയിരുന്ന ഗോതമ്പ് അനുകൂല സാഹചര്യം വന്നപ്പോൾ മുളച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷത്തിൻ്റെ വൈറസ്, ഈ വൈറസ് എന്ത് ചെയ്തു? നമ്മൾ ലോകത്തിലേക്ക് ഇട്ടു. ഈ വൈറസ് ഒക്കെ കെട്ടുപോയപ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം, അസീസിയുടെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ആരാന്നറിയുമോ? പ്രോട്ടഗോണിസ്റ്റ്, നായകൻ മുഴുവൻ കർത്താവ് യേശു മിശിഹാ. ബിജുവച്ചനാണ് എന്നാ പറയും? ഞാൻ അവിടെ പോയി കാൽവരിയിൽ ഗാഗുൽത്തായി പോയി പ്രസംഗിച്ചു, ഞാൻ അവിടെ പോയി പള്ളി കെട്ടിച്ചു. വികാരിച്ചന്മാരൊക്കെ പറയും അല്ലേ, മതിൽ കെട്ടിച്ചു, പെണ്ണ് കെട്ടിച്ചു, കല്ലറ കെട്ടിച്ചു. പണ്ടൊരു അച്ഛൻ പറഞ്ഞ അവസാനം ഞാനും കെട്ടി. അങ്ങനെ പറയാം കേട്ടോ. കാരണം ഈ അഹങ്കാരം മൂത്ത് കഴിയുമ്പോൾ പിന്നെ ദൈവം ഇല്ലല്ലോ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയാണ്, ഡോമിനൂസ് ദേദിത് മിഹി. അർത്ഥമെന്നാ? ദൈവം എനിക്ക് തന്നു. ഡോമിനൂസ് കൊന്തൂച്ചിത് മിഹി, ദൈവം എന്നെ നയിച്ചു. ഡോമിനൂസ് കൃമി കീടങ്ങൾക്ക് വരെ ഞാൻ വിധേയപ്പെടും. ഓർത്ത് നോക്കണേ. അസീസിയിലെ ഫ്രാൻസിസ് പറയുക, ഇന്ന് നൊവിഷേറ്റിലേക്ക് വരുന്ന ഒരു ബ്രദറിനെ എൻ്റെ സുപ്പീരിയർ ആക്കിയാൽ അവൻ പറയുന്നത് ഞാൻ അനുസരിക്കും. അപ്പോൾ ഇതാ പ്രിയമുള്ളവരെ, നമ്മൾ ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അനുസരണത്തിൻ്റെ പാട് സഭയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. എനിക്ക് തന്നിട്ടുള്ളത് മുഴുവൻ എല്ലാം ക്രിസ്തുവാണ്, ഞാൻ നിൽക്കുന്നുവെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം അല്ലേ. അസീസിയിലെ ഫ്രാൻസിസ് എന്ത് ചെയ്തു? പ്രലോഭനമുണ്ടായിരുന്നു. പേടിക്കേണ്ട പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ലൈംഗിക പ്രലോഭനമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയും വിശുദ്ധനായ വ്യക്തി, എല്ലാം ഉരിഞ്ഞ വെച്ച വ്യക്തി, അദ്ദേഹം നമുക്ക് അസീസിയിൽ ചെന്നാൽ അവിടെ കുറേ റോസച്ചെടി കാണാം. ഈ റോസച്ചെടിക്ക് ഒന്നും മുള്ളില്ല. ഈ റോസച്ചെടിക്ക് മുള്ളില്ല. പക്ഷെ ആ റോസച്ചെടി നമ്മുടെ ഇവിടെ കൊണ്ടുപോയി നട്ടാൽ മുള്ളുണ്ടാകും. ഈ റോസച്ചെടിയുടെ മുള്ള എങ്ങനെയാണ് പോയെന്നറിയുമോ? അസീസിയിലെ ഫ്രാൻസിസിനെ ശാരീരികമായിട്ടുള്ള പ്രലോഭനം വന്നപ്പോൾ പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റാതെ അദ്ദേഹം തുണി ഉരിഞ്ഞു മാറ്റി. ഞാൻ പറഞ്ഞിട്ട് 5 പ്രാവശ്യം ഉരിഞ്ഞു മാറ്റിയില്ലേ? ഒന്നാമതാ ഉരിഞ്ഞു മാറ്റി നഗ്നനായി അവിടെ ഉണ്ടായിരുന്ന റോസച്ചെടിയുടെ മുള്ളിൽ കിടന്നുരുണ്ടു. ആ രക്തത്തിലെ അഭിഷിക്തനായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പ്രലോഭനം മുഴുവൻ പോയി. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രലോഭനമില്ലാത്ത പാപമില്ലാത്ത ജീവിതമല്ല. പക്ഷേ ദൈവത്തിൽ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സുവിശേഷം ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് നമ്മൾ ഈ വർഷം നടത്തേണ്ടത്.
അതുകൊണ്ട് പ്രിയമുള്ളവർ, പ്രത്യേകിച്ചും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവേയും, അതെനിക്ക് ഒന്ന് അച്ഛന്മാർ ഔദ്യോഗികമായിട്ട് ചെയ്യും, ഒരു നന്മ നിറഞ്ഞ മറിയമേയും, പിന്നെ ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുകയും സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്നും ഒപ്പം തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകളും ഒപ്പം തന്നെ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമെന്ന് നമ്മളെ മനസ്സിൽ തീരുമാനമെടുക്കുകയും ചെയ്തതിന് ശേഷം നമുക്ക് 8 ദിവസത്തിന് മുമ്പോ പിൻപോ കുമ്പസാരിക്കണം കേട്ടോ. ഇന്ന് വേണമെന്നില്ല, 8 ദിവസത്തിനുള്ളിൽ നമ്മൾ കുമ്പസാരിക്കുകയും ചെയ്താൽ ഒരു പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും. ഇത് നമുക്ക് ആവർത്തിക്കാം. നമ്മൾ ഇന്ന് ഏതെങ്കിലും ഇവിടെയോ കാൽവരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പൂച്ചൻ ഫ്രാൻസിസ് ആശ്രമത്തിൽ വന്ന് ഇന്ന് എനിക്ക് പൂർണ്ണദണ്ഡവിമോചനം കിട്ടിയാൽ നാളെ വഴിയിലൂടെ പോകുമ്പോൾ സ്കൂട്ടർ നിർത്തി ഈ ദേവാലയത്തിൽ എവിടെയെങ്കിലും വന്നതിന് ശേഷം എന്ത് ചെയ്തു? മരിച്ചുപോയ എൻ്റെ അപ്പന് വേണ്ടി ഒരു ദണ്ഡവിമോചനം. നമുക്ക് ഉറപ്പില്ലല്ലോ സ്വർഗത്തിലെത്തിയെന്നല്ലേ, അവരെ മരിച്ചവരാണെങ്കിൽ. അമ്മയ്ക്ക് വേണ്ടി, പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി, അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾക്ക് ദണ്ഡവിമോചനം നേടാൻ വേണ്ടി പറ്റും ഈ വർഷം പ്രിയമുള്ളവർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വീണ്ടും വീണ്ടും ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് പോയി അല്പം കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. തീർത്ഥാടനം എന്നാ പറഞ്ഞാൽ അല്പം പോയി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട കാര്യം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മൂല്യങ്ങളെ പറ്റിയും